ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷ എംപിമാർ. PM ആവാസ് യോജനയിലൂടെ രാജ്യത്തെ 4 കോടിയോളം ദരിദ്രരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 30 ലക്ഷത്തിലധികം കർഷകർക്ക് 3200 കോടി രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വിതരണം ചെയ്യും. കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UN പൊതുസഭയിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയിൽ 5 വിഷയങ്ങളിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന 29 നോട്ടീസുകൾ സഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് തള്ളി. കോടതി പരിഗണനയുള്ള വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ എംപിമാർ സീറ്റുകളിലേക്ക് മടങ്ങണമെന്ന് ഉപാധ്യക്ഷൻ ആവശ്യപ്പെട്ടെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ലോക്സഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 11 മണിക്ക് സമ്മേളനം ആരംഭിച്ചത് മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. തുടർന്ന് നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുന്നതായി സ്പീക്കർ അറിയിച്ചു. सदन नहीं चलना देना चाहते आप? देश की जनता ये सब देख रही है. मैं पुनः आपसे आग्रह कर रहा हूं कि सदन की कार्रवाई को चलने दें. मैं सभी माननीय सदस्यों को हर विषय पर पर्याप्त अवसर, पर्याप्त समय दूंगा. सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് സമുച്ചയത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതായും എംപിമാർ ആരോപിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ശരത് പവാർ, അഖിലേഷ് യാദവ് തുടങ്ങി പ്രതിപക്ഷത്തെ മുൻനിര നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. PM ആവാസ് യോജനയിലൂടെ രാജ്യത്തെ 4 കോടിയോളം ദരിദ്രരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് അംഗങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച 184 ബഹുനില ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർ ഈ ഫ്ളാറ്റുകളിൽ ഒരുമിച്ച് താമസിക്കുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. यहाँ देश के अलग अलग राज्यों और क्षेत्रों के सांसद एक साथ रहेंगे. आपकी उपस्थिति यहाँ एक भारत श्रेष्ठ भारत का प्रतीक बनेगी. आज देश अपने सांसदों के लिए नए घर का इंतजार पूरा करता है तो PM आवास योजना के जरिए 4 करोड़ गरीबों का गृह प्रवेश भी करवाता है. ബാബ ഖഡക് സിംഗ് മാർഗിൽ നിർമ്മിച്ചിരിക്കുന്ന 5000 ചതുരശ്ര അടി വരുന്ന ഫ്ളാറ്റുകൾ എംപിമാരുടെയും ജീവനക്കാരുടെയും താമസത്തിനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും സൌകര്യമൊരുക്കുന്നു. രാജ്യത്തെ 30 ലക്ഷത്തിലധികം കർഷകർക്ക് 3200 കോടിയിലധികം രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വിതരണം ചെയ്യും. രാജസ്ഥാനിലെ ജുൻജുനുവിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ഭാഗമായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടാണ് തുക കൈമാറുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിന് തെളിവുകൾ ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു. സിഇഒയുടെ ഓഫീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു വോട്ടർ 2 തവണ വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന് നോട്ടീസിൽ പറയുന്നു. കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് തട്ടിപ്പ് നടന്നതായി ആരോപിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ പൊതു ആരോഗ്യ സംവിധാനം മികച്ച രീതിയിലാണ് നിലനിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ മികച്ചവയെ അന്താരാഷ്ട്ര സ്വകാര്യ കുത്തക കമ്പനികൾ സ്വന്തമാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിള നിർണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വൈകുന്നേരം വേങ്ങാട് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 50 വീടുകളുടെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിക്കും.
തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് DGCAയോട് ആവശ്യപ്പെട്ടതായി KC വേണുഗോപാൽ MP. ഇത്തരം പിഴവുകൾ പരിഹരിക്കാനും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. KC വേണുഗോപാൽ ഉൾപ്പെടെ 5 MPമാർ ഇന്നലെ ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ചലച്ചിത്രമേളയ്ക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയ പ്രമുഖർ മേളയിൽ പങ്കെടുക്കും. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് നാളെ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയം നാശം വിതച്ച ഉത്തരാകാശി ജില്ലയിലെ ധരാലി മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ദുരിതബാധിത മേഖലകളിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കുന്നതിനൊപ്പം കുടുങ്ങിക്കിടക്കുന്നവരെ വിമാനമാർഗം പുറത്തെത്തിക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വന്യജീവി ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, പരിപാലനം എന്നിവയ്ക്കായി സർക്കാർ രാജ്യത്തുടനീളം സംയോജിത വന്യജീവി ആവാസ വ്യവസ്ഥ വികസന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഈ പദ്ധതി പ്രകാരം വന്യജീവി ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇ-കൊമേഴ്സ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന 5 ലക്ഷത്തിലധികം ഗിഗ് തൊഴിലാളികൾക്കായി സാമൂഹിക സുരക്ഷാ മാനദണ്ഡങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ. തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്, ജീവൻ പരിരക്ഷ, സ്ഥിര വരുമാനം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്താനായി ക്ഷേമനിധി രൂപീകരിക്കാൻ കമ്പനികൾക്ക് ഇതിലൂടെ നിർദ്ദേശം നൽകുന്നു. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് ജനറൽ അസംബ്ലിയിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. ഗാസയെ സൈനികവൽക്കരിക്കുക, തിരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയ പലസ്തീൻ അതോറിറ്റിയുടെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരമെന്നും ആന്റണി ആൽബനീസ് അറിയിച്ചു. ഓസ്ട്രേലിയൻ തീരുമാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വിമർശിച്ചു. സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുമുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം ചേർന്നു. നിരവധി യൂറോപ്യൻ അംഗങ്ങൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് വെള്ളിയാഴ്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇന്ന് ഇറാൻ സന്ദർശിക്കും. ഇറാന്റെ പുതിയ ആണവ നയപ്രകാരമുള്ള ഭാവി സഹകരണം ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തില്ലെന്നും IAEA വ്യക്തമാക്കി. രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ നിർത്തിവച്ചിരുന്നു. പടിഞ്ഞാറൻ തുർക്കിയയിലെ സിന്ദിർഗിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ഭൂകമ്പത്തിൽ 1 മരണം സ്ഥിരീകരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷ MPമാർ. PM ആവാസ് യോജനയിലൂടെ രാജ്യത്തെ 4 കോടിയോളം ദരിദ്രരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 30 ലക്ഷത്തിലധികം കർഷകർക്ക് 3200 കോടി രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വിതരണം ചെയ്യും. കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UN പൊതുസഭയിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.